മാതാവിനും തിരുക്കുമാരനും 1000 നന്ദിയുടെ റോസാമലരുകൾ അർപ്പിക്കുന്നു. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ബിന്ദു സുനിൽ. ഞാൻ കൃപാസനത്തെക്കുറിച്ച് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ കേട്ടിരുന്നു. കാരണം ഞാൻ എറണാകുളത്തെ കല്യാണം കഴിച്ചിരിക്കുന്നെങ്കിലും എൻ്റെ വീട് ചേർത്തലയിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ കൃപാസനത്തിലെ അമ്മയുടെ അത്ഭുതങ്ങളും മറ്റും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഈ കൃപാസനത്തെ കുറിച്ച് ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് അവിടെ പ്രത്യേകത, അവിടെ ഒരു ബിസിനസ്സായിട്ടാണ് ഇത് നടത്തുന്നത്. പത്രം വിൽക്കാൻ പറയുന്നു, യൂട്യൂബ് ചാനൽ ഇത് ചെയ്യാൻ പറയുന്നു. ഇതൊക്കെ ബിസിനസ് മാത്രമാണ്, ഒരിക്കലും ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ പറഞ്ഞു പറയിപ്പിക്കുന്നതാണ്. ഇങ്ങനെയുള്ള കുറേ ആർഗ്യുമെൻ്റ് ഞാൻ എല്ലാവരുടെ അടുക്കലും നടത്തുമായിരുന്നു. ഒരിക്കൽ പോലും ഇതിൻ്റെ മുന്നിലൂടെ ഞാൻ പലപ്പോഴും കടന്നു പോയിട്ടുണ്ട്, ആലപ്പുഴയിലേക്കുമൊക്കെ. പക്ഷെ ഒരിക്കലും ഇങ്ങോട്ട് തിരിഞ്ഞ് മാതാവിനെ ഒന്ന് നോക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വണങ്ങുകയോ ചെയ്യാനുള്ള ഒരു മനസ്സ് പോലും എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ പലരും വന്ന് എന്നോട്, എൻ്റെ ഒരു കസിൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന് പറഞ്ഞു, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും നമ്മളെ മാതാവ് അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴെല്ലാം ഞാൻ പറഞ്ഞു, എന്താണ് അവിടെ ചെയ്യുമ്പോൾ ചെല്ലേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ, രാവിലെ എഴുന്നേൽക്കണം, പ്രെയർ ചെല്ലണം, നുണ പറയാൻ പാടില്ല, കുറേ കാര്യങ്ങൾ, കുറേ കണ്ടീഷൻസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാനില്ലാത്ത ഒരു കാര്യമാണ്. ഉറക്കമെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ താമസിച്ചാൻ എഴുന്നേൽക്കുന്ന ഒരാളാണ്. അതുകൂടാതെ നുണ പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നടക്കാത്ത കാര്യമാണ്. ഞാനൊരു ലോൺ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ തീർച്ചയായിട്ടും അത് നുണകളിലൂടെയാണ് അതങ്ങോട്ട് പോകുന്നത് പോലും. അതുകൊണ്ട് അതൊന്നും നടക്കത്തില്ല, ഞാൻ പോകത്തില്ല എന്നുള്ള വാശിയിലായിരുന്നു ഞാൻ. എൻ്റെ ഒരു സിസ്റ്റർ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് എന്നോട് പലപ്പോഴായിട്ടും പറയും, നീ അമ്മയുടെ അടുക്കൽ പോകണം, നിനക്ക് അമ്മയിലൂടെ ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്, നീ പോകണം, എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നത് അതാണ്, അവിടെ അടുത്താണല്ലോ എന്ന് പറയുമ്പോഴും ഞാൻ പറയും, സിസ്റ്ററിന് വേറെ പണിയുണ്ടെന്ന് നോക്ക്, ഞാൻ പോകത്തില്ല.